പറയാത്ത പ്രിയവാക്ക് കെട്ടിക്കിടന്ന നാവ് കഴിക്കുന്നു. ആ പ്രിയവാക്ക് പറയുന്നതിനാണ് പ്രിയരെ ഞാനിവിടെ ആയിരിക്കുക. इस सम्मेलन में अध्यक्ष पद पर बैठने वाला हमारा कॉर्पोरेट मैनेजर सिजो पुरोहित जी और हमारा लोकल मैनेजर थॉमस पुरोहित जी, इस सभा में आने वाले सब आदरणीय व्यक्तियों सदस्यों को मेरा प्रणाम. പേടിക്കേണ്ട, മലയാളത്തിലേക്ക് മാറ്റുകയാണ്. ഒത്തിരിയേറെ നന്ദിക്ക് കടപ്പെട്ടിരിക്കുന്നു. വാക്കുകൾക്ക് അതീതമാണ് നന്ദി. സമയപരിധിക്കുള്ളിൽ നിർത്തുന്നതുകൊണ്ട് ആദ്യമായിട്ടാണ് എഴുതി വായിക്കുക. സമയപരിധി കൃത്യമായിട്ട് സമയം പാലിക്കേണ്ടതല്ലോ, അതുകൊണ്ട് എഴുതി വായിക്കുകയാണ്. ഓക്കെ. എല്ലാവർക്കും ഒരു ശക്തി കേന്ദ്രമുണ്ട്. ഞാനെന്ന വ്യക്തിയിലെ ശക്തി കേന്ദ്രം എൻ്റെ സർവശക്തനായ ദൈവമാണ്. എൻ്റെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും അപ്പുറത്ത് അമർത്തി കുലുക്കി നിറച്ച് നൽകിയ അനുഗ്രഹ പെരുമഴയാണ് ഇന്നെൻ്റെ ജീവിതം. സഹനങ്ങളിൽ എനിക്ക് ആശ്വാസമായി, എനിക്കും എൻ്റെ കുടുംബത്തിനും താങ്ങായി തണലായ സർവശക്തനായ ദൈവത്തിന് 1000 നന്ദി. മുണ്ടുമുറുക്കിയെടുത്ത് കർഷക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ നാളങ്ങൾ എന്നിൽ തെളിയിക്കാൻ എൻ്റെ മാതാപിതാക്കൾ മറന്നുപോയിട്ടില്ല. മൺമറഞ്ഞുപോയ എൻ്റെ ചാച്ചനും സ്നേഹമായി എൻ്റെ കൂടെയുള്ള എൻ്റെ അമ്മച്ചി, ഒപ്പം എൻ്റെ സഹോദരങ്ങളും കഴിഞ്ഞ 15 വർഷക്കാലമായി പല രോഗപീഠകൾ ശരീരത്തെ അലട്ടുകയും മനസ്സിനെ ഉലയ്ക്കുകയും ചെയ്തപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ അധ്യാപന ജീവിതം പൂർത്തീകരിക്കുമോ എന്ന ആശങ്കയായിരുന്നു. പല സഹപ്രവർത്തകരും എൻ്റെ മുന്നിലൂടെ കടന്നുപോയി, പിന്തുണച്ചു. എന്നാൽ അധ്യാപനത്തിനപ്പുറം ഞാനെന്ന വ്യക്തിയെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് തക്ക സമയത്ത് തിരുത്തലുകളും പ്രോത്സാഹനങ്ങളും നൽകി നട്ടെല്ലിന് രോഗം വന്നപ്പോൾ നട്ടെല്ലായും മാറിയ എൻ്റെ സഹപ്രവർത്തകയും സഹധർമ്മിണിയുമായ മിസ്സിസ് ട്രീസ തോമസ്. സ്വന്തം മക്കളെ അസംഷൻ സ്കൂളിൽ പഠിപ്പിക്കണമെന്ന മോഹമാണ് ബത്തേരിയിലേക്ക് ജീവിതത്തെ പറിച്ചു നടപ്പെട്ടത്. എൻ്റെ 3 പൊന്നോമനകൾക്കും പറക്കുവാൻ ചെറുകൾ സമ്മാനിച്ച അസംഷൻ സ്കൂൾ അവരും എൻ്റെ വിദ്യാർത്ഥികളാണെന്നത് അധ്യാപന ജീവിതത്തിന് മാറ്റുകൂട്ടി. ഇന്ന് ഞാനെന്ന വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോ മൂല്യങ്ങൾക്ക് മുന്നിൽ അസംഷൻ ഇടവകയാണ്. ജീവിതത്തിൻ്റെ കയ്പും മധുരവുമേറിയ നിമിഷങ്ങളിൽ എനിക്ക് കൂട്ടായിരുന്ന പരിശുദ്ധ ദൈവമാതാവ്. വിശ്വാസ പരിശീലന രംഗവും സംഘടനാ പ്രവർത്തനവും എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലും കർമ്മമണ്ഡലങ്ങളിലും ഉൾക്കരുത്തുകയും എൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ ആരംഭഘട്ടം പാരൽ കോളേജ്, അഡൽട്ട് എഡ്യൂക്കേഷൻ പ്രോജക്റ്റ്, സാക്ഷരതാ കേന്ദ്രങ്ങൾ, ട്രൈബൽ ഹോസ്റ്റൽ ട്യൂട്ടർ ആയിട്ടായിരുന്നു. 13/11/1995 കോർപ്പറേറ്റ് മാനേജർ ആദരണീയനായ തേർഗത്തച്ഛനിൽ നിന്നും അധ്യാപന ജീവിതത്തിൻ്റെ താക്കോൽ അപ്പോയിൻമെൻ്റിൽ ഏറ്റുവാങ്ങിയ നിമിഷം നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം മറ്റു കോർപ്പറേറ്റ് മാനേജർമാരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോർപ്പറേറ്റ് മാനേജറായ സിജോത്തിനെ നന്ദിയോടെ സ്മരിക്കുന്നു. കണിയാരം, ദ്വാരക, കല്ലോടി, തവിഞ്ഞാൽ, മണിമോളി, കൊമ്മയാട് എന്നിങ്ങനെ വിവിധ സ്കൂളുകളിൽ പിന്നിട്ട് അസംഷൻ സ്കൂളിൽ എത്തിച്ചേരുന്നത് 22 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിച്ഛായ മാറ്റുന്നതിൽ അസംഷൻ സ്കൂൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുൻപിൽ പകച്ചു നിന്നപ്പോൾ സ്നേഹഹസ്തങ്ങൾ നീട്ടി ഒരപ്പനെ പോലെ ഉപദേശിയായി ആശ്വാസവും അഭയവും നൽകിയവരാണ് ലോക്കൽ മാനേജർമാരായ ഇടവക വികാരിമാർ. അസംഷൻ ഇടവകയ്ക്ക് അപരിചിതനായ എന്നെ സുപരിചിതനാക്കി തീർത്ത റവറൻഡ് ഫാദർ ജോർജ് മമ്പള്ളി, പിന്നീട് ഒപ്പമുണ്ടായിരുന്ന റവറൻഡ് ഫാദർ സ്റ്റീഫൻ കോട്ടയ്ക്കൽ, റവറൻഡ് ഫാദർ ജെയിംസ് പുത്തൻമർമിൽ, സഹനത്തിൻ്റെ നാൾ വഴികളിൽ വഴികാട്ടിയായ റവറൻഡ് ഫാദർ ജോസഫ് പരുമേൽ എൻ്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. അച്ഛനെ വിസ്മരിച്ചാൽ അതൊരു നന്ദികേടായിത്തീരും. ഇന്ന് എനിക്കൊപ്പം ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുന്ന അസംഷൻ ഇടവക വികാരി റവറൻഡ് ഫാദർ തോമസ് മണക്കുന്നേൽ. ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ രോഗമില്ലനായി മാറിയപ്പോൾ സുഹൃത്തായി സഹോദരതുല്യം ഒപ്പം നിന്ന HM സ്റ്റാൻലി സാർ, ഞങ്ങൾ ഒന്നിച്ച് പടിയിറങ്ങുകയാണ്. സാറേ, യാത്രാമംഗളങ്ങൾ. ഒപ്പം അസംഷൻ ഹൈസ്കൂളിൽ നിന്ന് വിരമിക്കുന്ന സിസ്റ്റർ ജെസി എന്നിവർക്ക് യാത്രാമംഗളങ്ങൾ. അതോടൊപ്പം മുൻകാല ഹെഡ് മാസ്റ്റേഴ്സായ ശ്രീ ടോം തോമസ് അവർ,
പ്രത്യേകമായി വിലമതിക്കാനാവാത്ത സഹായങ്ങൾ ചെയ്ത PT വർക്കി സാർ, ജോൺസൺ തൊഴുത്തിങ്ങൽ സാർ, NM വർക്കി സാർ, ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അസംഷൻ സ്കൂൾ എനിക്ക് സമ്മാനിച്ചത് അധ്യാപക ജീവിതം മാത്രമല്ല, ഒട്ടനവധി സുഹൃത്ത് ബന്ധങ്ങൾ, ശിഷ്യഗണങ്ങൾ. അസംഷൻ സ്കൂളിൽ എത്തിച്ചേർന്ന അന്ന് മുതൽ ഇന്നോളം ഒപ്പമായിരുന്ന എൻ്റെ സഹപ്രവർത്തകൻ, ആദ്യ നാൾ മുതൽ ഇന്ന് വരെ ഇവിടെയുള്ള ബിജു ടീച്ചർ, എന്നോടൊപ്പം വന്നു ചേർന്ന ലെനി ടീച്ചർ സ്നേഹത്തോടെ ഓർക്കുന്നു. സ്വന്തം സഹോദരനെ പോലെ സ്നേഹം നൽകി സഹായഹസ്തങ്ങൾ നൽകിയ ഷിമിൽ സാർ, ജലീൽ സാർ, ബിജയ സാർ, ഇവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. എൻ്റെ വിദ്യാർത്ഥി കൂടിയായ PT സാർ ജസ്റ്റിൻ, ഒരു മകനെ പോലെ എനിക്കെപ്പോഴും ഇവരെ സഹായിയായി എന്നോടൊപ്പമുണ്ട്. വലതുകരം പണിമുടക്കിയപ്പോൾ ഹിന്ദി ക്ലാസ്സുകളിൽ എൻ്റെ വലതുകരമായി മാറിയ ജാസ്മിൻ ടീച്ചർ, സീമ ടീച്ചർ, ഇരുവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. അസംഷൻ സ്കൂളിൽ മാറ്റമില്ലാതെ കാണുന്ന രണ്ട് മുഖങ്ങൾ, സഫിയ താത്തയും റബിലാത്തയും കാണിച്ച കരുതൽ നന്ദിയോടെ സ്മരിക്കുന്നു. അനധ്യാപകരായ പോളേട്ടൻ, ഷിനോജ്, സനൽ, ഷിനേറ്റർ, ഇവർ കാണിച്ച സ്നേഹവും പരിഗണനയും വിലമതിക്കാനാവുന്നതെല്ലാം. കാലാകാലങ്ങൾ സേവനമനുഷ്ഠിച്ച PTA പ്രസിഡന്റുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, രക്ഷിതാക്കൾ, ബസ് ഓപ്പറേറ്റേഴ്സ്, എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയുടെ നർമലരുകൾ. വിദ്യാർത്ഥികൾക്ക് കേട്ടറിവില്ലാത്ത ഹിന്ദി ഭാഷ അവരിലേക്ക് എത്തിക്കുക വെല്ലുവിളി നിറഞ്ഞതായിരുന്നെങ്കിലും എനിക്കത് ആസ്വാദികരവും സന്തോഷപ്രദവുമായിരുന്നു. ട്രാക്കുകളിൽ മിന്നൽ വേഗത്തിൽ പായുന്ന ചിലങ്കിയുടെ താളത്തിനൊപ്പം കലോത്സവ വേദിയിൽ മാറ്റുരയ്ക്കുന്ന പ്രതിഭകളെ വളർത്തിയെടുക്കുവാൻ എനിക്ക് സാധിച്ചു. ഹിന്ദി അധ്യാപനായി മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല എൻ്റെ ജീവിതം. ചിരിക്കുന്ന, കരയുന്ന, ഉല്ലസിക്കുന്ന, വികൃതി കാണിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം അച്ഛനും അധ്യാപകനുമാകാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. അതിനിടയിൽ ആർക്കെങ്കിലും ഞാൻ നോവായാൽ ക്ഷമയാചിക്കുന്നു. വിവിധ കാലഘട്ടങ്ങളിൽ എൻ്റെ ക്ലാസ് മുറികളിലായിരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് എൻ്റെ അധ്യാപനം പരിപൂർണമാക്കിയത്. ഏവരെയും ഇത്തരണത്തിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. 2/6/2003 മുതൽ അസംഷൻ സ്കൂളിൻ്റെ ഘടികാരത്തിനൊപ്പം പായുന്നതായിരുന്നു എൻ്റെ ജീവിതം. നീണ്ട് 22 വർഷങ്ങൾ ഇനി കുറച്ച് നാളുകൾ മാത്രം അവശേഷിക്കുകയാണ്. ജീവിതത്തിലെ വലിയൊരു അധ്യായം. അധ്യാപന ജീവിതത്തിന് തിരശ്ശീല വീഴുകയാണ്. എന്നാൽ തിരക്കുകൾ ഒഴിഞ്ഞ വിശ്രമ ജീവിതത്തിന് ഊർജമേകാൻ സ്കൂൾ നൽകിയ 1000 ഓർമ്മകൾ തന്നെ ധാരാളം. അസംഷൻ സ്കൂളിൻ്റെ പടിയിറങ്ങിയാലും അസംഷൻ സ്കൂളിലെ ബെന്നി സാർ എന്ന വെളിപ്പേരിൽ ഇനിയും തുടരാവുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. നാളെ അസംഷൻ സ്കൂൾ ബെന്നി സാറിന് മറന്നേക്കാം. എന്നാൽ ബെന്നി സാറിന് അസംഷൻ സ്കൂളിനെ മറക്കാനാവില്ല. മറക്കുമോ എന്ന ചിന്ത തന്നെ ഹൃദയം പിളർക്കുകയാണ്. ഇന്നിവിടെ സന്നിഹിതരായ ഈ ജനനിബിഡമായ സദസ്സിനും രക്ഷിതാക്കൾക്കുമെല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഹൃദ്യമായ ഭാഷയിൽ 1000 നന്ദി. സഭോം കോ ധന്യവാദ്.